അനങ്ങരുതേ. സാർ രണ്ടാമത് ഇനി ഞാനാണോ? സാറ് പറയും, നമ്മളല്ല പറയുന്നത്. നിങ്ങൾ ഞാൻ രണ്ടാമതാണ് വന്ന. അല്ല, ഫോട്ടോ അയച്ചു കൊടുത്തു. രണ്ടാമത് വരുന്നതോ മൂന്നാമത് വരുന്നതല്ല. ഫോട്ടോ അയച്ചു കൊടുത്ത് സാറിന് ഇഷ്ടപ്പെട്ട ആളിനെ വരയ്ക്കും. അവർക്ക് അപ്പോഴും പൈസ കൊടുക്കും. 6:30 മണിക്കേ വന്നിരിക്കുകയാണ്. ഈ ചേച്ചി ഇപ്പോഴല്ലേ വന്നേ? അതാ ഒരു ഫോട്ടോ അയച്ചു കൊടുത്ത് ഇഷ്ടപ്പെട്ടു. അല്ല, എന്റേതും ഇഷ്ടപ്പെട്ടു എന്നല്ലേ പറഞ്ഞാ എന്താ നമുക്കറിയില്ല. സാറത് പറയും. എന്താ ഇരിക്കണേ, അത് മര്യാദക്ക് ഇരിക്കണ്ടേ? പൈസ കിട്ടൂല്ലോ അല്ലേ? പൈസയും വെച്ചോണ്ടാ ഞാൻ ഇരിക്കുന്നത്. ഇതിപ്പോ ഇത് കഴിഞ്ഞാൽ ഇതിന്റെ പൈസ 2 പേരെ എടുക്കുള്ളൂ. ഇതെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാ? ഇതിങ്ങനെ ഇതിൽ വന്നിട്ട് ഇത് വന്നു കഴിഞ്ഞാൽ മാസത്തിൽ 2 തവണ ഇതുപോലെ വരും. മാസം ഒരു 10,000 രൂപ റെഡി ക്യാഷ് ആണ്. രാവിലെ 7 മണിക്ക് 6 മണി. ആ കൊച്ചു 6 മണിക്ക് വന്നു. 6:30 എത്തി. എത്ര മണിക്ക് വരുന്നു എന്നുള്ളതിലല്ല, മനസ്സിലായോ? ഫോട്ടോ അയച്ചു കൊടുത്തല്ല. ഫോട്ടോ ഇഷ്ടപ്പെട്ടില്ല അവർ വിളിക്കുന്നത്. മാഡത്തിൻ്റെ ഓക്കെ വരാൻ പറഞ്ഞോ? വരാൻ പറഞ്ഞു എന്റെ അടുത്ത്. വരാൻ പറഞ്ഞു ഉറപ്പിച്ചിട്ട് ഈ ചേച്ചി വന്നില്ലായിരുന്നെങ്കിൽ എന്റേതായിരുന്നിരിക്കും അല്ലേ? 2 പേരെ വരിക്കും. ചേച്ചി ലേറ്റായി. ഈ ചേച്ചി ഇപ്പോഴല്ലേ? ഇല്ല, ലേറ്റായില്ല. ഇത് വരച്ചു തീർന്നിട്ടില്ലേ പറ്റുള്ളൂ. ഇതാണെങ്കിൽ അവിടെ ഇരിക്കുകയും ചെയ്യണം. 6:30 കൊണ്ടാക്കിയിട്ട് അവിടെ ഇരിക്കണം ഹസ്ബൻഡ്. പുള്ളി കഴിച്ചിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇതിൽ വരുമ്പോൾ ഉണ്ടല്ലോ, ഒരിക്കലും ഇങ്ങനെ ഇത്തരക്കാരെ കൊണ്ടുവരാതിരിക്കാൻ മാക്സിമം നോക്കണം. ചേച്ചി കണ്ട അവരെ കൂടെ വന്നു, അവരെ കാര്യം നോക്കണം. അതല്ലേ എൻ്റെ ഡീസൻസി. രാവിലെ വന്ന് പുള്ളി മദ്യപിച്ചിട്ടാണ്. ഈ രാവിലെ 6 മണിക്കൊക്കെ ഇത് എവിടെ നിന്നാണ് കഴിക്കുന്നതെന്ന് അറിയില്ല കേട്ടോ. ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു മാന്യത കീപ്പ് ചെയ്യണ്ടേ?